അപ്പോൾ മാടക്കത്തറയിലുള്ള പോളി ഹൗസിലാണ്. ഇവിടെയാണ് ഒത്തിരി അലങ്കാര ചെടികളും കൂടാതെ ഫ്രൂട്ട് പ്ലാന്റുകളുടെ മദർ പ്ലാന്റ് ആ കാണുന്ന ഭാഗത്താണ്. ഇവിടെ എൻട്രൻസിൽ മൊത്തമായിട്ട് അലങ്കാര ചെടികളാണ്, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആണ്. കൂടാതെ പെർസിമോണൊക്കെ കാഴ്ച പെർസിമോണൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? അതെ, കാണാം. ഇതാണ് നാഷണൽ റോസ് ഗാർഡൻ തുടങ്ങിയ സ്ഥലം. ഇവിടെയാണ് ഒരു 82 നമ്മളിവിടെ ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്തു, നാഷണൽ റോസ് ഗാർഡൻ എന്നുള്ള പേരിൽ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ അലങ്കാര ചെടികളും കാര്യങ്ങളൊക്കെ. തുടക്കത്തിൽ റോസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ? പിന്നീട് അങ്ങനെയാണ് നാഷണൽ റോസ് ഗാർഡൻ. അന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ റോസിൻ്റെ കട കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ബൾക്കായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളായിരുന്നു ആദ്യം അങ്ങനെ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ നാഷണൽ റോസ് ഗാർഡൻ വന്നു. അത് ഓർണമെൻ്റലായിരുന്നു തുടക്കം. ഫ്രൂട്ട് പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ നാഷണൽ റോസ് ഗാർഡൻ, അങ്ങനെയാണ് നാഷണൽ റോസ് ഗാർഡൻ സ്ഥാപിതമായത് അല്ലേ? ഇവിടെ ദുരിയാനും എല്ലാം കിടക്കുന്നുണ്ട്, എല്ലാ തൈകളും ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അതായത് കുറച്ചും കൂടി കെയർ വേണ്ടത് പോളി ഹൗസിന്റെ അടിയിൽ വെക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ അലങ്കാര ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത് അല്ലേ? ഒത്തിരി വലിയ പോളി ഹൗസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറേ അഡീനിയം കാണുന്നുണ്ട്. ബോഗൺവില്ലേഴ്സ് ഒക്കെ ഇപ്പോൾ ട്രെൻഡാണ്. പല ടൈപ്പ് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റിൻ്റെ കൂടെ പിങ്ക് കളർ ലീഫ് വരുന്നുണ്ട്. ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ അഡീനിയൊക്കെ അവിടെ ഒത്തിരി, എനിക്ക് തോന്നുന്നൊരു 10,000 കണക്കിന് തൈകൾ ഇവിടെ അഡീനിയം കാണുന്നുണ്ട്. ചില പ്രോഡക്റ്റ് നോട്ട് ഫോർ സെയിൽ എന്ന് കാണുന്നുണ്ട്. അത് മദർ പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ? മദർ പ്ലാന്റുകൾ നമ്മൾ അതിൽ നിന്ന് ബഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാന്റുകൾ അങ്ങനെ വെച്ചിരിക്കുന്നു. അത് ആ ഏരിയ മൊത്തം അഡീനിയം ഓരോ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത്രയും അധികം അഡീനിയം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ബഡ് എടുത്തിട്ട് സെയിം നമ്പറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു. ബഡ് ചെയ്ത ഇത് ബൊഗൈൻവില്ലയുടെ പുതിയ ഒരുപാട് വെറൈറ്റി പുതിയ കളക്ഷനുകളാണ്. ഇത് മൊത്തം ബൊഗൈൻവില്ലകൾ മൊത്തം ഇത്രയും വലിയൊരു പോളി ഹൗസ് നിറച്ച് ബൊഗൈൻവില്ലയാണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പുറം മൊത്തം കാണുന്നത് അഡീനിയമാണ്, ആ സ്ട്രെച്ച് മൊത്തം. അതിന്റെ അപ്പുറം കാണുന്ന റോസസ് ആണോ? അതും അഡീനിയത്തിന്റെ ഹ്യൂജ് കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിന് ഇവിടെ ചെടികളൊക്കെ നനയ്ക്കാൻ തന്നെ ഒത്തിരി സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. അത്രയധികം നനയ്ക്കാണ്ട്. ഇതൊക്കെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആയിരിക്കും. ഓക്കെ. അഡീനിയൊക്കെ നല്ല വണ്ണമുള്ള തൈകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല പ്രായം ചെന്ന, അതായത് നോർമൽ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞൊരു ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള അഡീനിയം, നോർമൽ അല്ല സീഡ്ലിംഗ് ഉണ്ട്, പക്ഷെ ബഡ് ചെയ്ത നല്ല വെറൈറ്റികൾ. ഇവിടെ തൂക്കിയിട്ടതൊക്കെ അത് ഇതിന് ഒരു ഡിസീസ് വന്നിട്ട് നമ്മൾ അതിനെ അത് ക്ലീൻ ചെയ്ത് അതിനെ ഹാങ് ചെയ്തിട്ടിരിക്കുക. അഡീനിയങ്ങൾ അങ്ങനെ നമുക്ക് കുറെ നാൾ അങ്ങനെ കെപ്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇത് ഓൾറെഡി അത്രയധികം വാട്ടർ ഇല്ലാതെ സർവൈവ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ്. വെള്ളം അധികം കൊടുക്കരുത്. ഡെസേർട്ട് റോസ് എന്ന് പറയുന്നത്. ഡെസേർട്ട് റോസ്, അതെ അതെ. വെള്ളം കൂടുതൽ കൊടുത്താലാണ് ചീഞ്ഞു പോകുന്നതും പ്രശ്നങ്ങളൊക്കെ കാണുന്നു പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അഡീനിയത്തിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷനാണ്. എല്ലാം പൂട്ടിരിക്കുകയാണ്. എല്ലാം പ്രായമുള്ള തൈകളാണ് ഏറെക്കുറെയൊക്കെ. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നു. ഇത് ഓരോന്നിനും ഓരോ വെറൈറ്റിക്കും ഓരോ നമ്പർ ഇട്ട് വെച്ചിരിക്കുക. അപ്പൊ അതിൽ നിന്ന് എടുക്കുന്ന ബഡിന് ആ സെയിം കവറിൽ ആ നമ്പർ ആയിരിക്കും. ഈ കാണുന്നതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് അല്ലേ? ഇത് ഈ സൈസുള്ളതാണ് ഏറെക്കുറെ സെയിലിനൊക്കെ. ഇതൊരു വെറൈറ്റി സെയിലിനുള്ളതാണ്. ഇതിന്റെയും ചെറുത് കവറിലുള്ളത് അതിന്റെയും തൊട്ട് താഴെയുള്ള. അതെ അതെ. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ബോഗൺവില്ലാസ് ആയിരിക്കും. ഈ 2025 അതെ, ബൊഗൈൻവില്ല 24-25 ബൊഗൈൻവില്ല കാലായിരുന്നു. ട്രെൻഡ് ആണല്ലോ. ഇനിയിപ്പോ മേ ബി നെക്സ്റ്റ് ഇയർ അഡീനിയ ആയിരിക്കും. വില കൂടും, ചിലപ്പോൾ കുറയും അല്ലേ? അത് ഇല്ല, നമ്മൾ ഇപ്പോഴും ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്നതാണ് അഡീനിയം. ഇത് മുഴുവൻ ഓരോ വെറൈറ്റികളാണ്. ഇതൊക്കെ ഈ ബോൺസായി ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണോ? അതെ അതെ, ഇതൊക്കെ ബോൺസായി ഐറ്റംസ് പല വെറൈറ്റികളാണ് ഇവിടെ. അവിടെ ഇതിന്റെ ഈ സൈസിന്റെ ആ ഓരോ ഷേപ്പുകൾ അനുസരിച്ചിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടാ. ഒക്കെ വ്യത്യസ്തമായ ഷേപ്പുകളാണ് ഓരോന്നല്ലേ? ഓരോരുത്തരുടെ പല ടൈപ്പ്. ഇത് ഫൈക്കസ്. ഇത് മൈക്രോ കാർപ്പ എന്ന് പറയും. ഇത് ബഡ് ചെയ്തിട്ടുള്ളതാ. മൈക്രോ കാർപ്പ. ബഡ് ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് വളരെ കുഞ്ഞാക്കി നിർത്തിയ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ നിറയെ
നിറയെ അവിടെ മൊത്തം കാണുന്നത് മാംഗോസ്റ്റീൻ ആണ് അല്ലേ? ആ മാംഗോസ്റ്റിൻ അവിടെ ഈ കാണുന്നത് മരങ്ങള് ആ മരങ്ങളൊക്കെ മാംഗോസ്റ്റിന്റെ കായ ഉണ്ടാവുന്ന മരങ്ങളാണ്. തണൽ മരമായി കിട്ടുകയും ചെയ്യും അല്ലേ? പിന്നെ ചാമ്പ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മാംഗോസ്റ്റിന് വെയിൽ പ്രശ്നമില്ല. കായ ഉണ്ടാവാനും കൂടുതൽ വെയിൽ അത്യാവശ്യം നല്ലതാണ് അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടല്ലോ. അത് പെയിന്റ് കാലങ്ങളായിട്ട് പെയിന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കാണാം. ഇത് ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു വീഡിയോ പിടിക്കാനുള്ള ഈ കല്യാണം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് മുഴുവൻ പുല്ലായിരുന്നു. അപ്പം അവര് അത് കഴിഞ്ഞ പാർക്കൊന്നും അത്രയ്ക്ക് നമ്മുടെ തൃശ്ശൂരത്തെ മുനിസിപ്പൽ പാർക്ക് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് വീഡിയോ പിടിക്കുമായിരുന്നു. പിന്നെ നമുക്ക് സ്ഥല പരിമിതിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് അതൊക്കെ മാറ്റി. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പോളിഹൗസിൻ്റെ അടിയിൽ നല്ല ചൂടാണ്. പക്ഷേ ഈ ചെടികൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ, കാരണം ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും പ്രൊപ്പഗേഷനൊക്കെ ആകുമ്പോൾ മഴ അധികം നനയാൻ പറ്റില്ല, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. കൂടാതെ ഇതൊക്കെ പലതരം ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ക്രോട്ടൺ, അതായത് ലീഫിന്റെ ഭംഗി കൊണ്ട് തന്നെ ഗാർഡൻ നല്ല വെയിലത്ത് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന ക്രോട്ടൺ. ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൽ എപ്പോഴും പഴയ ട്രെൻഡ് നമ്മുടെ ഈ ഡ്രസ്സ് പോലെ തന്നെ പഴയത് ഇങ്ങനെ കയറി വരും അല്ലേ? കാലങ്ങൾക്ക് അനുസരിച്ച് വരും, മാറി വരും. അതിൽ തന്നെ പുതിയ, അതായത് ക്രോട്ടൺ എന്ന് പറയുന്ന വെറൈറ്റി ഓൾറെഡി ഉണ്ട്. പക്ഷെ ട്വിസ്റ്റഡ് ലീഫ് ആയിട്ടുള്ള അല്ലേ? ഇത് അവിടെ നോക്കിയാൽ കാണാം. ട്വിസ്റ്റഡ് നല്ല വെയിലത്ത് അതിന്റെ കളറുകൾ ഇങ്ങനെ മാറി, പല കളറും ഒരു ഇലകളിൽ പല കളറായിട്ട് വരും അല്ലേ? നല്ല വെയിലുണ്ടെങ്കിൽ ഇത് വേറൊരു വെറൈറ്റി ക്രോട്ടൺ. അതെ പല ടൈപ്പ്. ഒരു പക്ഷേ നെക്സ്റ്റ് ഇയറിലൊക്കെ ട്രെൻഡ് ആവാൻ പോകുന്ന വെറൈറ്റികളാവാം ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ ആർക്കിടെക്ട്സും ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനേഴ്സും അവരൊക്കെയാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. നഴ്സറിമാൻ എന്നുള്ള ലെവലിൽ ഇവരെല്ലാം കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ചെറിയ തൈകളൊക്കെ ജാതികളൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. പ്രായമുള്ളതായിരിക്കും അല്ലേ? പ്രായമുണ്ട്. ഇത് പ്രായമുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള കവറിലാണ് മാത്രം. അതിൻ്റെയൊക്കെ പുതിയ വീട് വെക്കുന്നവർ നേരെ കൊണ്ട് വെക്കാൻ മാംഗോസ്റ്റിൻ്റെ തൈകളാണ്. നിറയെ മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഇവിടെ. ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയി ചെയ്യുന്ന ഒത്തിരി തൈകളുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് എടുത്തെടുത്ത് പറയുന്നില്ല. ഇവിടെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്. വന്ന് നോക്കുക. പിന്നെ എല്ലാ റേറ്റും പറഞ്ഞു പോകാനുള്ള സമയമില്ല. ഓൾറെഡി രാവിലെ തുടങ്ങിയപ്പോൾ 4 മണി കഴിഞ്ഞു. ഓക്കെ, അവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷൻസാണ്. പല 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 വെറൈറ്റികളാണ്. പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര അറിവില്ല എങ്കിലും ഇതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ലീഫാണല്ലോ ഈ കാണുന്നതൊക്കെ. എക്സ്പെൻസീവ് ആയ ചെടിയാണ്. ഇതൊക്കെ ടിഷ്യൂ കൾച്ചർ ഞങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ ലാബ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ചെടികൾ വലുതാക്കിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. നാഷണൽ റോസ് ഗാർഡന് സ്വന്തമായിട്ട് തന്നെ ടിഷ്യൂ കൾച്ചർ ലാബ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും മാസമായിട്ട് ക്വാളിറ്റി ചേഞ്ച് ആവാതെ ഇറക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ ഇത്തരം പ്ലാന്റുകളൊക്കെ ടിഷ്യൂ കൾച്ചർ ആകുമ്പോൾ ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ പ്ലാന്റുകൾ, ജിഫിയിലുള്ള പ്ലാന്റുകളും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ വിലയ്ക്ക് കൊണ്ടുപോയിട്ട് അത് വലുതാക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ടിഷ്യൂ ചെയ്ത പ്ലാന്റുകളാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റാണ്. അപ്പോൾ നാഷണൽ റോസ് ഗാർഡൻ എന്ന് പറയുന്നത് പുതിയ പുതിയ ടെക്നോളജികളെ കൂടി കടന്നു വരുന്നു. അതെ. അപ്പോഴാണ് ഈ മാസ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ടിഷ്യൂ കൾച്ചറാണോ? ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ. സാധാരണ ഇപ്പോൾ മരത്തിൽ നിന്ന് വേര് പൊട്ടി ഉണ്ടാവാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, പിന്നെ സീഡ് ആണെങ്കിൽ ചിലത് ക്രോസ് പോളിനേറ്റ് ആയി പുതിയ വെറൈറ്റികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് ഉണ്ടായി വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരാനായിട്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരാനുള്ള ഒരു സമയം. പക്ഷെ ഒരുമിച്ച് റിലീസാക്കാൻ പറ്റും. ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ അത്രയും മാർക്കറ്റിൽ ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഇത്രയും കോമ്പറ്റീറ്റീവ് ലെവലിൽ ചെയ്യാൻ പറ്റും ടിഷ്യൂ കൾച്ചർ ആകുമ്പോൾ അല്ലേ? നമ്മളെ വാഴയൊക്കെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന പോലെ ടിഷ്യൂന്ന് പുതിയ സെയിം ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ. അതായത് ഏറ്റവും ന്യൂ മാർക്കറ്റിലെ ഏറ്റവും ന്യൂ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും പ്രൈസും
കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ട് ചെയ്യാനും ചെയ്യാൻ പറ്റും. പറ്റും. അതെ, മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവുന്നതിന് മുന്നേ നമുക്ക് അപ്പോൾ മറ്റേത് ഒരു 1000-2000 പ്ലാന്റുകളൊക്കെ എടുക്കാൻ വർഷങ്ങളെടുക്കും. ഇത് വിത്തിൻ മന്ത്സ് കൊണ്ട് അല്ല, വിത്തിൻ മന്ത്സ് അല്ല, 1 ഇയർ അത്ര എടുക്കും. ഓക്കെ. എന്നാലും ഇറക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് നാഷണൽ റോസ് ഗാർഡൻ്റെ അടുത്ത ഒരു പ്രത്യേകത. സ്വന്തമായിട്ട് ടിഷ്യൂ കൾച്ചർ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇവിടെ നമ്മുടെ കാഴ്ച പെർസിമോൺ ഇവിടെ ഉണ്ട്. അത് ബാക്കിൽ അവിടെയാ. അപ്പോൾ പെർസിമോൺ കാഴ്ചതായിട്ട് നമ്മുടെ പെർസിമോൺ എന്ന് പറഞ്ഞാൽ കാക്കി ഫ്രൂട്ട് കാഴ്ചതായിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു. അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് വൈറ്റ് ജബോട്ടിക. വൈറ്റ് ജബോ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടാണ്. ചെറുതാ. ഇവിടെ പഴുത്തത് പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്നെസ് വരുന്നുണ്ട്. നമ്മുടെ പ്രിക്കോഷി എസ്കാർലറ്റ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ടേസ്റ്റ് അല്ല അതായിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഭയങ്കര സ്വീറ്റാ. വാഷ് ചെയ്തിട്ടൊന്ന് കഴിച്ചു. അത് നല്ല സൈസ് ഉണ്ടല്ലോ. ഇതാണ് സൈസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന്. ഉള്ളിൽ നല്ല സ്വീറ്റ് അല്ലേ? കുരുണ്ട്, പക്ഷെ സ്വീറ്റാണ് അല്ലേ? വ്യത്യസ്തമായ ലീഫും അല്ല തടിയിലും. എനിക്കിഷ്ടമാണ് ഇതിന്റെ തൊലിയുടെ. ഇത് നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാ. ഇത് നിറയെ ഉണ്ടാവും. കുറച്ച് രണ്ടും വൈറ്റ് ആണ്. അത് വൈറ്റിൽ തന്നെയാണ്. നിറയെ കായ അല്ലേ? നിറയെ കായുണ്ട്, പക്ഷെ അതാ സ്വീറ്റ് കൂടുതൽ. സ്വീറ്റ് ഓക്കെ, ആ ഫ്ലേവർ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇത് പക്ഷെ പഴുത്തു നമുക്ക് അറിയില്ല. അത് പഴുത്തത് അറിയാൻ പാടില്ല. അതാണ് ഈ വൈറ്റ് ജബോട്ടിക്കയുടെ ഒരു പ്രത്യേകത. നമ്മൾ നെറ്റ് നോക്കിയിട്ട് അതത്ര സൈസ് കുറവുണ്ട്. എക്സ്ട്രീംലി സ്വീറ്റ്, നല്ല സ്വീറ്റ് ഉണ്ട്. ജബോട്ടിക്ക ഏകദേശം എല്ലാം സിമിലർ ആയിട്ടുള്ള ഒരു. അതെ, ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ പെർസിമോന്റെ അവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ. പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ അഗ്ലോണിമകളുടെ ഒക്കെ ഒരു അഗ്ലോണിമകള് സൈസാക്കി കൊണ്ടുവരുന്നതാണല്ലേ. ഒരു മിനിറ്റ്. ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത, ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റ് അല്ല. ഇത് ചെറിയ പ്ലാന്റുകൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാ. അതിന് ഇപ്പൊ നമ്മൾ അഗ്ലോണിമകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് അഗ്ലോണിമാണോ? അല്ല, ഇത് കലാത്തിയ. അല്ല, കലാത്തിയ ലുട്ടിയ വേറെ. ഇതൊക്കെ വെറൈറ്റികളാ. ഇതൊക്കെ ഡൈഫൻ ബാക്ക്, ഇതിന്റെ ഒരു വേറൊരു വെറൈറ്റി. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയുള്ളൂ. അതൊരു വൈറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഒക്കെ വെറൈറ്റി, ഒക്കെ എല്ലാം ഓരോ വെറൈറ്റികളാ. പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫാന്, ബെൽറ്റ്, ഇതിലേക്ക് വെന്റിലേഷൻ കൊടുക്കാനുള്ള പരിപാടികളാണ് ഇതൊക്കെ. ഇതിന്റെ അതുപോലെ അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇതുപോലെ കുറേ യൂണിറ്റുകൾ അകത്തേക്കുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, സമയം ഇരുട്ടായി തുടങ്ങുകയാണ്. ഇതിനകത്ത് ഭയങ്കര കാറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡൽഹിയിലെ അല്ലേ? ഡൽഹിയിലൊക്കെ ഒത്തിരി മദർ പ്ലാന്റ്സ് ആണ് ഇവിടെ. മൊത്തം ഇങ്ങനെ താഴെ ചാടിക്കിടക്കുന്ന ഒരു കനാൽ വാട്ടറാണ് ഇതിലൂടെ പോകുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണല്ലോ. ഇത് നമ്മുടെ ബാരിങ്ടോണിയ. ഇത് നമ്മുടെ ഇതിന്റെ പേര് എന്ത് നെറ്റ്? ചെസ്റ്റ്നട്ട് അല്ല, കട്ട്നട്ട്. ബാരിങ്ടോണിയ ഡുലിസ്. നല്ല രസമാണ് ഇതിന്റെ പൂവാണ്. ഇത് ദൽഹരി. കോക്കനട്ട് ഫ്ലേവർ. ഇത് ദൽഹരി. അതെ. ദൽഹരി എന്താ സൈസ്, നല്ല സൈസ് ഉണ്ട് ദൽഹരി. എന്തായാലും നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ നല്ല എല്ലാ ചാമ്പകൾക്കും ഡ്രൈനസ് വേണം മണ്ണിൽ. ഇതെന്ത് ചാമ്പ? ഇത് മലയൻ ചാമ്പയാണോ? മലയൻ ചാമ്പ നമ്മളെ നേരത്തെ കഴിച്ച റോസ്. വലിയ മരം അല്ല, ആ പിങ്ക് കളർ ഫ്ലവർ വരുന്നില്ലേ താഴെ വീണ് കിടക്കില്ലേ? ഓക്കെ. അതാണ് ഈ കാണുന്നത്. കട്ട്നട്ടിന്റെ തൈകൾ അവിടെ ഉണ്ട്. എല്ലാ തരം തൈകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ജബോട്ടിക്ക, ചുപ്പ
മറ്റീസിയ ചുപ്പ ചുപ്പ ഇത് കായ്ച്ചതാണ്. ഫ്രൂട്ടായിട്ടില്ല. ഫ്രൂട്ട് ആയിട്ടില്ല. ചന്ദ്രക്കാരൻ മാവുത ഹായ് അടിപൊളിയായിട്ട് കായ്ച്ചിരിക്കുന്നു. മൊത്തമായിട്ട് കായ്ച്ചിരിക്കുന്നതാ മേമി. നല്ലതാ. ഈ മേമി ലെയറാണോ? മാമി ലെയർ ചെയ്ത പ്ലാന്റ്. മാമി ലെയർ ചെയ്ത പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കവറിൽ അങ്ങനെ ഇരുന്ന് മരടിക്കാൻ. മാമി എന്തായാലും നല്ലൊരു ഫ്രൂട്ടാണെന്ന് നല്ലൊരു ഫ്രൂട്ടാ. റിവ്യൂ ഞാൻ കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. അതെ, എന്തായാലും വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ദുരിയാനിതാ. എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ് വരുന്നത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന മാഡമാണ്. ഇത് ഇതാണ് നമ്മുടെ ഇതിന്റെ റൂട്ട് സ്റ്റോക്കാ. കിരിഞ്ഞ് അതെ, എനിക്കറിയില്ല. ഇത് മറ്റേത് അച്ചാച്ചെറു അല്ല. അച്ചാച്ചെറു അല്ല, മെക്സിക്കൻ. ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മെക്സിക്കൻ മാംഗോസ്റ്റീൻ. മെക്സിക്കൻ മാംഗോസ്റ്റീൻ പുതിയ വെറൈറ്റി. അത് മട്ടോവ ഫ്രൂട്ട് അല്ല. സീ ഗ്രേപ്പ് ആണ് അതല്ലേ? ഫ്രൂട്ടായ സീ ഗ്രേപ്പ് അതാ കിടക്കുന്നു. മൾബറി, ലോങ് മൾബറി. വൈറ്റ് മൾബറി, ലോങ് മൾബറി ആണ് ഈ കാണുന്നത്. പല വെറൈറ്റി ചാമ്പകളാണ്. ഇതിന്റെ ഇവിടെ ആയിരക്കണക്കിന് വെറൈറ്റി ആയതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളായിരിക്കും അതിനെ കുറിച്ച് അല്ലേ കൂടുതൽ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രൊപ്പഗേഷൻ നടത്തുന്ന ആൾക്ക്. ഇതൊരു വെറൈറ്റി അഗ്ലോണിമ. ഇതിന് പക്കാ ഈ ഒരു ക്ലൈമറ്റിൽ മാത്രമേ ഇത് നന്നാവുള്ളൂ. ഒരു ലേശം വെയിലുണ്ടാകിയ ഇത് ശരിയാവില്ല. പക്കാ നല്ല ഇവിടെ ഇൻഡോർ അടുത്ത് നിന്ന് ഒരു വൈഡ് ആംഗിളിലൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഈ മരം കദംബ വലിയ മരം, അതായത് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവണ ഒരു മരമാണ്. അത് ഒരു ഏരിയയിൽ നല്ലൊരു തണല് ഇതിന്റെ തടി നോക്ക്, അത്രയും വലുപ്പമുള്ള. രണ്ടാള് പിടിച്ചാൽ കിട്ടൂല. ഇത് ട്വിസ്റ്റഡ് ഡ്രസ്സീന ഇൻഡോർ വരുന്ന പ്ലാന്റ്സ് അല്ലേ. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാ. ടിഷ്യൂ കൾച്ചർ അല്ല, നമ്മൾ കട്ട് ചെയ്ത് വർഷങ്ങളായി. പുതിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. പുതിയതാണോ അതോ പഴയതാണോ? ഇതല്ലേ ഇത് മിലിറ്ററി. അതിന് അങ്ങനെ ഒരു പേര്, യൂണിഫോമിന്റെ ആ ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു പേരുണ്ട്. പക്ഷെ ഇതില് ഓർഡിനറി ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി. ഇത് നോർമൽ ആയിട്ടുള്ള ഇതൊക്കെ വേറെ വ്യത്യസ്ത കളർ കോമ്പിനേഷൻ ഇവിടെ വന്ന് നോക്കുമ്പോഴേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. തൈകൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു നോക്കിയാൽ കണ്ണിന് കുറച്ച് കുളിർമുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോവാം. പക്ഷെ വന്നാൽ തൈ വാങ്ങിച്ച് പോവും, അതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ കുറച്ച് കാശൊക്കെ പോക്കറ്റിലിട്ട് വരിക. ഇതൊരു ക്രിപ്റ്റാന്തസിന്റെ ഒരു വെറൈറ്റി, നമ്മുടെ സർപ്പത്തിന്റെ അതിന്റെ ഒരു തൊലി പോലെയുള്ള. ഇതൊക്കെ ഡ്രൈഡ് ആയിട്ട് വെള്ളം അധികം വേണ്ട, അങ്ങനെ ചെയ്യാവുന്ന വെറൈറ്റികളാണ്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ പുതിയ ഇതൊക്കെ ഫേൺസിന്റെ അല്ലേ? ഫേണുകള്. അവിടെയൊക്കെ ഗ്രൗണ്ട് കവറിങ്, ബിഗോണിയകള് ഒക്കെ ചിലതൊക്കെ മാർക്കറ്റിൽ ഓൾറെഡി നിങ്ങൾ കണ്ട ഉള്ളതാ വെറൈറ്റികളാവും, ചിലത് പുതിയതുണ്ടാവും. ഇത് കാണാത്തൊരു മോഡലാണല്ലോ. ഒരു ഗ്രൗണ്ട് കവറിങ് താഴേക്ക് ഇങ്ങനെ നിൽക്കുന്ന. മതിലൊക്കെ കയറും? മതില് കയറില്ല, ഇതിങ്ങനെ മേലെ വെച്ചാ താഴത്തേക്ക് ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ കർട്ടൻ പ്ലാന്റ് പോലെ ചെയ്യാൻ പറ്റുന്ന കളറായിട്ടുള്ള പ്ലാന്റുകളാണ്. കർട്ടൻ പ്ലാന്റ് പച്ച, ഇതിന് ഡിഫറെന്റ് കളറായിട്ടുള്ള. ഓക്കെ, ഇവിടെ നടന്നാൽ തീരൂല. ഇവിടെ അടുത്തൊരു മാവ് കാണുന്നുണ്ട്, പോലും അറിഞ്ഞൂടാ. ഇവിടെ മാവിനൊന്നും ഇവർ എണ്ണത്ത് കൂട്ടിയിട്ടില്ല, കാരണം ഇവിടെ മെയിനായിട്ട് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് ചെയ്യുന്നത്. കായ്ച്ചാൽ കായ്ച്ചു, അത്ര തന്നെ. മാങ്ങയൊക്കെ വീണ് പോയായിരിക്കും മിക്കവാറും ഇതിൽ നിന്നൊക്കെ. ഇവിടെയൊക്കെ അടുത്ത മോൺസ്റ്ററാണ് ഈ കാണുന്നത്. ഇത് മോൺസ്റ്ററാ. ലീഫുകളൊക്കെ ഇതാ പഴം ഉണ്ടാവുന്ന ടൈപ്പാണോ? ഇവിടെ നല്ല പഴങ്ങൾ തന്നെ ആരും കഴിക്കുന്നില്ല. ഇത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കാനായിട്ട് നല്ല വെയിൽ വേണ്ട. അപ്പം ഇങ്ങനെ
നല്ലൊരു വെറൈറ്റി ഫേണിൻ്റെ. ഫേൺസ് അത് നല്ല ഭംഗിയുണ്ടല്ലോ. ഈ കഫേ അതുപോലെയുള്ള അങ്ങനെയുള്ള അവിടേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. കാരണം വെയിലിൻ്റെ ആവശ്യമില്ല. വെയിലിൻ്റെ ആവശ്യമില്ല. പല ഉത്തമ ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഇവിടെ അല്ലേ. ബുഷ് പെപ്പർ. ബുഷ് പെപ്പറാണിത്. ഇതൊരു ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടിയൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് കായ് പിടിക്കും. ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാം. സാധാരണ ഒരു വീട്ടുകാർക്ക് പച്ചക്കുരുമുളകിന്റെ ആവശ്യങ്ങൾ കഴിയും. അതന്നെ. നന്നായിട്ട് ഈൽഡിങ് ഉണ്ട്. കുറ്റിക്കുരുമുളക് നല്ല പച്ചക്കുരുമുളക് ഇട്ട് നല്ല മീൻ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വീട്ടില് സ്ഥലമില്ലാത്തവർക്ക് വെക്കാം. അതെ. ഇന്തോനേഷ്യൻ വെറൈറ്റി അല്ലേ? ഒരു ഇന്തോനേഷ്യന് കിട്ടിയിട്ടുള്ള ഒരു മൊത്തം ഏതാ ക്രീപ്പർ. ഇതിന് ഈ മോൺസ്റ്റർ അവിടെ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് അല്ലേ? മോൺസ്റ്ററുടെ ഭയങ്കര ഒരു ട്രോപ്പിക്കൽ നോച്ച് ഒരു ഹിന്റ് അവിടെ ബാക്കി വെച്ചിട്ടാണ്. അതെ, അതിന്റെ തന്നെ വേറെ വെറൈറ്റികൾ, വേറെ ചെറിയ ലീഫുള്ള. ഓക്കെ, ഇത് സപ്പോർട്ടേ അപ്രോച്ച് ചെയ്തിട്ടേക്കുന്നത്. അത് ബനാന സപ്പോർട്ടയുടെ അപ്രോച്ച് ചെയ്തിട്ടേക്കുന്നത്. ഇത് ഏതാ മരം എന്നറിയില്ല, പണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ മരം. അത് ഓക്കെ, അത് ചെമ്പകമാണോ? അത് ഏതാന്ന് അറിയില്ല. ഇതുവരെ ആർക്കും അത് നോക്കിയിട്ട് എന്താന്ന് മനസ്സിലായില്ല. വെരിഗേറ്റഡ് ആണോ? ഇത് അല്ല, സീറ്റ് ലൂവിയുടെ അല്ല, സാധാ നോർമൽ ലൂവിയുടെ വെരിഗേറ്റഡ് അല്ലേ? സാധാരണ ലൂവിക്ക് തന്നെ ഉണ്ടാവുക, പക്ഷെ 3 ട്രൈ കളറാ. ലൂവിക്കും കളർ മാറ്റമുണ്ട്? ഇല്ല, ലൂവിക്ക ചുമന്ന കളറില്ല. പക്ഷെ നല്ല അതിന്റെ ലീഫിന്റെ ഭംഗി ഒരു ഗാർഡന്റെ സെന്ററിൽ വെച്ച നല്ല ഭംഗിയുണ്ടോ? അതെ. പിന്നെ അവിടെ കാണുന്ന ആ പ്ലാന്റോ? അത് ഇതാണ് പെർസിമോൺ. അങ്ങോട്ട് ആരും കടന്നു പോണില്ല, ഇതിനാരും പരിചരിക്കുന്ന പോലും ഇല്ലല്ലേ? ഇതാണ് ഇവിടെ കായ്ച്ച കാക്കി ഫ്രൂട്ട്. ഈ വർഷം കായ്ച്ചിട്ടില്ലല്ലേ? ഇല്ല, ഈ വർഷം കായ്ച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് ആരും കേറുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. അതിലെന്തൊക്കെയോ പിടിച്ചു കിടക്കുക നമ്മുടെ. ഇത് പെർസിമോൺ, ഇതാണ് അന്ന് കായ്ച്ചെന്ന് പറഞ്ഞ പണ്ട് ഒരു വീഡിയോ ഇട്ട്. ഇതിന് മേലെ വള്ളിപ്പയർ ഇതൊക്കെ കയറി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാക്കി രണ്ട് വർഷം കാച്ചിട്ടുണ്ട്. 2 വർഷം. ഒന്നാമത്തെ വർഷം കാച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം പിന്നത്തെ വർഷം കണ്ടപ്പോഴാണ് അയ്യോ ഇത് വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ സബ് ട്രോപ്പിക്കൽ നിന്ന് വരുന്ന പെർസിമോണ്ട് ഒരു 60-70% ടേസ്റ്റ് ഉണ്ടോ? സെയിം ടേസ്റ്റ് വരുന്നു. ഞാൻ ആ ഫ്രൂട്ട് ഇത് ചെയ്തതല്ലേ റിവ്യൂ. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ. അത് എത്ര വർഷമായതാ? 2010. പക്ഷെ ഇതിനെ തീരെ കെയർ ചെയ്യുന്നില്ല. 2016 ഇതിന് വളമൊന്നും ഒന്നും ഇട്ടിട്ടില്ല. ഇത് വേണമെങ്കിൽ ബഡ് ചെയ്യാം, കാരണം ഇപ്പൊ ഇതിന് ലീഫൊക്കെ വന്നു. ഇന്നാളൊരു ദിവസം ഞാൻ നോക്കിയപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട്, സുഹൃത്തിന്റെ ഫാമിലി ഫ്രണ്ടിന്റെ ഒരു ഫാം ഉണ്ട് കാന്തല്ലൂര്. എന്തായാലും കായ്ക്കും. പെർസിമോൺ നമ്മുടെ നാട്ടിൽ അല്ല, ഇപ്പൊ ലീഫ് വന്നിട്ടുള്ളതാ. കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ ഞാൻ നോക്കുമ്പോ ഇതിലൊന്നും അങ്ങനെ ഇത്രയും ലീഫ് കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്കൊന്ന് ആപ്പിൾ പോലെ ഇങ്ങനെ ലീഫ് പൊഴിക്കുന്ന സമയത്താണ് ആയിരിക്കും ചിലപ്പം അങ്ങനെ. പക്ഷെ സെയിം നമ്മൾ മറ്റേ കാക്കി ഫ്രൂട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടല്ലേ? ഇതാണ് നമ്മുടെ NR ലൂബി. ഇതാ നിറയെ കായ്ച്ചു. അതിന്റെ മേലെ കറുത്തിരിക്കും. മേലൊക്കെ ലൂബി മണ്ണി വെച്ച് കഴിഞ്ഞാൽ കേട് കുറവാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യണ മാതിരി ഇങ്ങനെ ഒന്ന് അമർത്താം, എന്നിട്ട് കഴിക്കാം. അത്ര അതല്ല, കറുത്ത കളർ എടുക്കണം. ഞങ്ങളെല്ലാതും കഴിക്കും. ഞാൻ പറഞ്ഞു ജസ്റ്റ് കയ്യൂല്. അതെ, അല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞെക്കിയിട്ട് നമ്മൾ കഴിച്ചാലേ ആ ഒരു ചവർപ്പ് കുറവുണ്ടാവും. ചവർപ്പ് എന്ന് പറയാന് പഴുത്താൽ ചവർപ്പ് കുറവാണ്. ഞാൻ പറഞ്ഞത് പച്ചയുടെ കാര്യം. ഒരു അതായിട്ടില്ല, നമ്മളാവാത്താണ് കഴിക്കുന്നത്. പലരും ഇത് മൂക്കാതെ കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ആദ്യം. സീഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല.
ഇതെല്ലാം മധുരം. അതായത് ഒന്ന് ഇങ്ങനെ അതിന് ഈ സാധനം കിട്ടാൻ പാടത് കിളികൾ പെട്ടെന്ന് അടിച്ചു. അതെ, അവർക്ക് കഴിക്കാൻ പറ്റിയൊരു സൈസാണ്. കിളികൾക്ക് കഴിക്കാൻ പറ്റിയ പാകമുള്ള സൈസ് ആയതുകൊണ്ട് ഇതിൽ എപ്പോഴും ഒരു 100% റൈപ്പായിട്ടുള്ള ഫ്രൂട്ട് കാണാന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. എന്താണ് നല്ല കറുത്ത ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിലും ഇതിന് പുളിയില്ല. ഞാൻ പറഞ്ഞത് പഴുപ്പായിട്ടില്ലെങ്കിൽ ചവർപ്പല്ല, സോറി, അതിന് കറാന്നാ പറയാ, ഭാഷയുടെ പ്രശ്നം കൊണ്ട് മാറിപ്പോകും. ചവർപ്പ് പോലെ, പക്ഷെ അത് സ്വീറ്റാണ്. നമുക്ക് മറ്റേ സാധാരണ ലൂവി ഇത് താഴെ വലയിട്ടുണ്ടല്ലേ, മേലെ അത്യാവശ്യം കായ്കൾ ഉള്ളതുകൊണ്ടായിരിക്കും കിളികൾ തിന്നതിന്റെ ബാക്കിയായിരിക്കും ഒരു പക്ഷേ ഇത്. അല്ലെങ്കിൽ സാധനം ഇത് അങ്ങനെ കാണലില്ല, കിളികൾ മൊത്തം അടിച്ചു പോകും. ഇത് ഒരുപാട് പഴം ഇത് വേണ്ട. ഇതിപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 കിലോ പഴമൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവും. ഇതിന്റെ മേലെന്ന് അങ്ങനെ നോക്കും, ഇതിന്റെ മുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കയറി പോകും. എന്നിട്ട് നോക്കുമ്പോ ഇവിടെ കുന്നാണല്ലേ, ഇത് കുന്നാ. അത് മറ്റേ ബ്ലാക്ക് സപ്പോർട്ടെ കായ കണ്ട കൊഴിഞ്ഞു പോണു. ബ്ലാക്ക് സപ്പോർട്ട് കണ്ട പൂവിട്ടത് ഇങ്ങനെ കൊഴിഞ്ഞു പോണു, അത് സെറ്റ് ആവാതെ. ബ്ലാക്ക് സപ്പോർട്ട് ഇതിവിടെ അവിടെ കണ്ടോ, ചൂടോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് വരുന്നതാണ്. പുളിയറുമ്പിന്റെ കട്ടയാണ് ഇതിമ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മദർ പ്ലാന്റ് തോട്ടവും എല്ലാ കാര്യം. ഇവിടെ ചുപ്പാണല്ലോ അല്ലേ അത്, പക്ഷെ അത് ഫ്രൂട്ട് ആവാത്ത കാരണം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആയിട്ട് ഇവിടെ കാഴ്ചയുണ്ടെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ അല്ല ഈ പ്ലാന്റ് ഫ്രൂട്ട് വന്നിട്ടില്ല. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോവാ ചെയ്യണേ. അവിടെ കായ്ച്ചിട്ടുണ്ട്. ഇത് കായ പിടിച്ച് സെറ്റ് ആയിട്ടില്ല. കുറെ നാളായിട്ട് ഇത് ഇങ്ങനെ വലിയ മരമാവും ബ്ലാക്ക് സപ്പോർട്ട്, നല്ല മൂപ്പ് എത്തിയ ഒരു. പക്ഷെ ഇത് നന്നായിട്ട് അത് അവിടത്തെക്കാളും പ്രായം ഇതിനാ കൂടുതൽ. ഇതൊരു വേറൊരു വെറൈറ്റി. ഇത് മങ്കി ആപ്പിളോ, ഒരു മരം. അത് ഇവിടെ നിറച്ച് ഫ്രൂട്ട് വന്ന് വീണ് കിടക്കുന്ന. ഇവിടെ ഒരുപാട് തൈകള്, ഐ മീൻ മദർ പ്ലാന്റ്സ്, തൈകൾ ഉണ്ടാക്കാത്ത ഒരുപാട് മദർ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ? അതെ. ഇതിപ്പോ കായ തുടങ്ങിയിരുന്നു, ചെറിയ പൂവിട്ട് വരുന്നുണ്ട്. മങ്കി ആപ്പിൾ ഒരു ഫൈക്കസ് പോലത്തെ ഒരു ലീഫൊക്കെ അല്ലേ? അതെ, ഫൈക്കസിന്റെ ഒക്കെ പർപ്പസിനെ വെക്കാം വീട്ടില് ഒരു അല്ലേ, തണൽ. അല്ല, ഇതിന്റെ റിവ്യൂ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള കായാണോ? ഒരു നിയതമായിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. ചിലത് ഇങ്ങനെ ഒന്ന് നീണ്ടിരിക്കും, ചിലത് ഇത്തിരി ഉണങ്ങും. പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ, വലിപ്പമുള്ളതല്ല. കട്ട് ചെയ്ത് പുറത്തൊക്കെ വലിയ റിവ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ വെറൈറ്റി നമുക്ക് ഫ്രൂട്ട് അത്ര ഇതില്ലാത്ത കാരണം നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. ട്രോപ്പിക്കൽ റീജിയനിൽ ഒരുപാട് ഫ്രൂട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള പല ഫ്രൂട്ടുകൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത. ചക്കയും മാങ്ങയും ഒരുപാട് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നു. ഇപ്പൊ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ എല്ലാം ആയല്ലോ. അതെ. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ പേരാണോ അതോ? അല്ല, ഇത് സാധാ നാടൻ പേരാ, ആദ്യ കാലത്ത് വെച്ചിട്ടുള്ള വെറൈറ്റികളാവും അല്ലേ? സ്വീറ്റ് ലൂവി, ബിഗ് ബി, മമ്മൂട്ടി അവിടെ നിൽക്കണം. മമ്മൂട്ടി ഇന്ന് മാങ്ങടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് നല്ല പഴുത്തുണ്ടല്ലോ, പുളിയറുമ്പിന്റെ. നല്ല ക്രീമി, നല്ല അടിപൊളിയാ. എടുക്കൂ. ക്യാമറമാന് പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിറയെ ഉണ്ടായാൽ നല്ലതാ പിള്ളേർക്കും മക്കൾക്കൊക്കെ. ഇങ്ങനൊക്കെ കായ്ക്കുന്നു നോക്കിയേ, നിറയെ കായട്ടാ. ഇതാണ് ശരിക്കും കൊലകുത്തി കായ്ക്കാന്ന് പറഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു മരമാണിത്. നല്ല ക്രീമി ആയിട്ട് രസമുണ്ട്. പിന്നെ മണ്ണിലും കൂടെ ആയതുകൊണ്ടേ കറക്റ്റ് ടേസ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ.
ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്കാരൊന്നും ആരും ഈ ഭാഗത്തേക്ക് അങ്ങനെ കയറി വരുന്നില്ല അല്ലേ? വരുന്നില്ല. അവർക്ക് അവിടെ തന്നെ പണികളുണ്ട്. പിന്നെ ചുപ്പ ചുപ്പ ചുപ്പൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈകൾ വിൽപ്പന ഉണ്ട്. ഫ്രൂട്ട് തൈകൾ സീഡ്ലിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഉണ്ടെങ്കിൽ പോലും അത് സീഡ്ലിംഗ് എന്ന പോലെ കൊടുക്കാം. അതെ. ഫ്രൂട്ട് ആയതിന്റെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. സീഡ്ലിംഗ് പ്ലാന്റുകളാക്കാം. വരും വലിയ ചുപ്പ ചുപ്പ കാച്ചിട്ടുണ്ട് തോന്നുന്നു. പാലക്കാട് ഭാഗത്ത് കാച്ചിട്ടുണ്ട്. സീഡ്ലെസ് ഞാവലായി കാണുന്ന വലിയ മരം കായ്ക്കുന്നുണ്ടോ? ഒട്ടും സീഡില്ല. ഒട്ടും സീഡില്ല. അതായത് കുഞ്ഞ് ഇതിന്റെ നമ്മള് ഇന്ന് ഞാൻ കുറച്ച് ഈ വർഷം ഒരു 4 മാസം മുന്നേ വന്നപ്പം ആ ഭാഗത്തൊക്കെ ഫ്ലവർ ചെയ്ത് കണ്ടു. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. വൈറ്റ് ഞാവലൊക്കെ നല്ല കായ്ക്കുന്നുണ്ട്. വൈറ്റ് ഞാവല് കായ്ക്കുന്നുണ്ട്. ഇത് പക്ഷെ ശരിക്കും ഒരു വർത്താണ് ഈ ഫ്രൂട്ട്. ഒന്നരാടം വർഷം എന്തായാലും കായ്ക്കും. കായ്ക്കുന്ന മരം അത്. ഇത് വലിയ പ്ലാന്റ് ആണല്ലോ. വലിയ മരാ. ഞാൻ അവിടെ പോയി. സീഡ്ലെസ് ഞാവലല്ലേ? സീഡ്ലെസ് ഞാവലിന്റെ അടിയിലാണ്. അവിടെയൊക്കെ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു ഇത് 1.5 വർഷം നന്നായിട്ട് കായ്ക്കുന്നതാണ്. നമ്മള് തൈ ഉണ്ടാക്കിണ്ടായിരുന്നു. പക്ഷെ ബംഗ്ലാദേശുകാർ കൊണ്ടുപോയി. ഞാൻ അറിയുന്നതിന് മുന്നേ അവർ അത് ഉണ്ടാക്കിയത് കൊണ്ടുപോയിണ്ടായിരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം കായ്ക്കുകയാണെങ്കിൽ ഒരു കായ ഉണ്ടായിണ്ടോ? അതത് ഇലയുടെ ആണോ? വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിൽ 1.5 വർഷമാണ് നന്നായിട്ട് കായ്ക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പം ചില കാര്യങ്ങൾ മറന്നു പോകും. ഇവർക്ക് അത്രയ്ക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഇതില്ലാത്ത കാരണം അത് ഒരു പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഇങ്ങനെ പൂത്ത് കണ്ടു ഈ വർഷം. പക്ഷെ അത് കായ പിടിച്ച് കാണാനില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് വന്നു നോക്കാം. ഇതിന്റെ തൊട്ടടുത്ത് അവിടെ പാണ്ടിപ്പറമ്പില് കായ്ച്ചിട്ടുണ്ടോ? അവിടെ കായ്ച്ചിട്ടുണ്ട്. മേലെയാണ് കാക്കിയത്, താഴെ വരുന്നില്ല. സ്വീറ്റ് പ്രിൻസ് റെഡ് കളർ വരും. ബ്യൂട്ടി പ്രിൻസ് എന്ന് പറയുന്നത് ഒരു പർദ. ഈ കാണുന്ന മാവ് ഇമാം റെഡ്. ഇമാം പസന്ത് കായപിടുത്തം. ബ്യൂട്ടി പ്രിൻസ് ഒരു പർപ്പിൾ അല്ലേ? സ്വീറ്റ് പ്രിൻസ് റെഡ് കളർ. കാണുന്ന മാവ് ഇമാം പസന്ത് ആണല്ലേ? ഇതിൽ കായപിടുത്തം കുറവാണ്. വളരെ കുറവാണ്. ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷേ ഇവിടുത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ തായ്ലാൻഡ് വെറൈറ്റികളൊക്കെ നല്ല കായപിടുത്തമാണ്. അപ്പോൾ കായ പിടിക്കാത്ത വെറൈറ്റിയും ഇവിടെ ഉണ്ട്. എല്ലാ മാവും ഇവിടെ കായ്ക്കുന്നൊന്നുമില്ല. അതും കാണിച്ചു തരികയാണ്. ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് തായ്ലാൻഡ് വെറൈറ്റി നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്ന് പറയാം. നമ്മുടെ ഈ ഏരിയയിലെ ഇത്രയും വെള്ളം ഉള്ള ഏരിയയിൽ തായ്ലാൻഡ് വെറൈറ്റി ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ കായകൾ. ഇതിപ്പോൾ നോർത്ത് നമ്മുടെ ആന്ധ്രയുടെ വെറൈറ്റി ആണല്ലോ. അപ്പോൾ വലിയ മാവാണ്. മാങ്ങയുണ്ട്, പക്ഷേ മറ്റേ വെറൈറ്റികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ മാടക്കത്തറയുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ കണ്ടു. ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അത്രയധികം കാണിച്ചു, ഓവറായെന്ന് അറിഞ്ഞുകൂടാ. അതെ, എന്തൊക്കെയോ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് കവറാ. ഇവിടുത്തെ മാക്സിമം നഴ്സറി ടൂർ അങ്ങനത്തെ ഒരു ഇത് ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് ഞാവല് കിടക്കുന്നത് സാധാ ഞാവലാണല്ലേ? വലിയ മരങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10-50 വർഷം പഴക്കമുള്ള ആണ് നിലത്ത് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ റേമാഡത്തിനും NR ഗാർഡനും ഒക്കെ സ്പെഷ്യൽ താങ്ക്സും നമ്മുടെ സൈഡിൽ നിന്നും പ്രേക്ഷകരുടെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതവിടെ അഖിൽ ചേട്ടനും സംഷീർ ചേട്ടനും എല്ലാവരും ഉണ്ട്. കൂടെ നിറയെ ഞാവലും. വൈൻഡപ്പ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴാണ് മേഡം പറഞ്ഞത് ഇവിടെ സ്പെഷ്യൽ വെറൈറ്റി ഫ്ലവർ ഉണ്ട്. ആരും കാണാത്തൊരു സ്പെഷ്യൽ ടൈപ്പ് കണ്ടിട്ടുണ്ടാവാം വല്ലപ്പോഴും എല്ലാവരും. പക്ഷെ നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ളൊരു. ഇതിൻ്റെ പേരെന്താണ്? ഇത് വാസാ വിസിയ.
കണ്ടോ തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡ് വെറൈറ്റി. ഇത് പൂ ഉണങ്ങി നിൽക്കുന്നതാണ്. ആ പൂ ഉണങ്ങിയത് അത് അത്രയും വലുതിൽ ഇങ്ങനെ ഉണ്ടായി. ഇവിടുത്തെ നല്ല വാസ വിസിയുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.